നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കണമെന്ന ആവശ്യം വ്യാപകമാകുമ്പോഴും സംസ്ഥാന സർക്കാരിൽ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം. സിനിമാ രംഗത്തെന്ന പോലെ സർക്കാരിലും ഈ വിഷയത്തിൽ രണ്ട് വിഭാഗം തന്നെ ഉണ്ടായിട്ടുണ്ട്. കേസെടുക്കണമെന്ന ആവശ്യം സിനിമാക്കാരിൽ ചിലർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്, നടി ഉഷ, ഹസീന തുടങ്ങി പലരും നടപടിക്കായി ആവശ്യവും ഉന്നയിച്ചു. എന്നാൽ നിയമപരമായ നൂലാമാലകൾ ഏറെ നേരിടേണ്ടി വരുമെന്നതിനാൽ സർക്കാർ ഇക്കാര്യത്തിൽ മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. സർക്കാർ വ്യക്തമായ ഒരു തീരുമാനം പുറത്തുവിടുന്നില്ല. പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് മന്ത്രിമാർ ആവർത്തിക്കുന്നത്. റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സിനിമ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് കോടതി കൂടി ഇടപെട്ടതോടെ സർക്കാരിൽ സമ്മർദ്ദം ഏറുകയാണ്. റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കെ.ബി. ഗണേഷ് കുമാർ അടക്കമുള്ളവർ റിപ്പോർട്ടിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് കെ.എൻ. ബാലഗോപാലിൻ്റെ വ്യത്യസ്ത ശബ്ദമെന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ നിലപാട് ഉണ്ടെന്ന് പറഞ്ഞ ബാലഗോപാൽ നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സമില്ലെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അഭിപ്രായപ്പെടുന്നത്. പരാതി കൊടുക്കാൻ തയ്യാറായാലേ നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് സതീദേവി പറയുന്നത്. കക്ഷി ചേരാൻ ഹൈക്കോടതി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരണം എന്നായിരുന്നു വനിതാ കമ്മീഷന്റെ മുൻ നിലപാട്. പരാതിക്കാർക്ക് നീതി കിട്ടാൻ സർക്കാർ മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസെടുക്കാനുള്ള നിയമപരമായ സാധ്യതയും പരിശോധിക്കും. ആത്മധൈര്യത്തോടെ പരാതിപ്പെടാൻ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ടെന്നും അവർ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും തന്നെ പരാതിയുമായി രംഗത്തു വരാനും സാധ്യത കുറവാണ്. അതേസമയം ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ ഏത് കൊമ്പത്തെ വമ്പനായാലും നടപടിയെടുക്കുമെന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി എ.കെ. ബാലൻ പറയുന്നത്. സർക്കാരിന് പരിമിതികളുണ്ട്. റിപ്പോർട്ട് പുറം ലോകം കാണണമെങ്കിൽ കോടതി ഇടപെടൽ വേണം. സിനിമാക്കാരെ ഭയമില്ല. ഇതിലുള്ളതൊക്കെ പുറത്തു വന്നാൽ പലരുടെയും ദാമ്പത്യത്തെ ബാധിക്കും. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാറും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും എന്ന് ജസ്റ്റിസ് ഹേമ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. മൊഴി പോലും പുറത്താരും അറിയില്ല എന്ന് പറഞ്ഞതോടെയാണ് പലരും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് എ.കെ. ബാലൻ പറയുന്നു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വന്ന മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണ്. നിശബ്ദത ഇതിന് പരിഹാരം അല്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസും സമാന അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം. എല്ലാ സംഘടനകളിലും റിപ്പോർട്ടിൽ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പിൻ്റെ പ്രാതിനിധ്യം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സാന്ദ്രയുടെയും പ്രതികരണം. അതേസമയം മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ഉഷ, ഹസീനയും രംഗത്ത് വന്നു. പവർ ഗ്രൂപ്പുണ്ട്, കുറച്ചുപേർ മോശമായി പെരുമാറുന്നവരുമാണ്. റിപ്പോർട്ടിലെ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമാണ്. പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണം. സർക്കാർ ഇടപെടണം. ചില സംഘടനകളിൽ ഉന്നത പദവിയിലിരിക്കുന്നവർ പ്രതിസ്ഥാനത്ത് ഉണ്ട്. തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംവിധായകൻ മോശമായി പെരുമാറി, പിന്നീട് അയാളുടെ സിനിമയിൽ ജോലി ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നു. അതേസമയം ഏതാനും ചിലർ പ്രശ്നക്കാരാണെങ്കിൽ ആ പേരിൽ വ്യവസായത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും ശ്രിയ രമേശ് അഭിപ്രായപ്പെട്ടു. അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്താതെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ പേരുകൾ പുറത്തു വരണം, നടപടി എടുക്കണം. അല്ലാതെ ഞരമ്പ് രോഗികൾക്ക് എന്തു വൃത്തികേടുകളും പടച്ചുവിടാൻ അവസരം ഒരുക്കൽ അല്ലായിരുന്നു വേണ്ടതെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കാറിൽ സമർപ്പിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ സ്വീകരിക്കുന്ന നടപടി വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും നിർദ്ദേശിച്ചു. വിഷയം സെപ്റ്റംബർ 10 വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച സമ്പൂർണ്ണ റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും വീഡിയോ, ഓഡിയോ, ഡിജിറ്റൽ തെളിവുകളുമടക്കം രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നും എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പറയുന്ന ലൈംഗിക പീഡന സംഭവങ്ങളിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. കുറ്റകൃത്യം നടന്നെന്ന് വെളിപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്താൽ ബാധകമായ ചില വ്യവസ്ഥകൾ ഉണ്ടല്ലോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. അത് പോക്സോ കേസിലെ ബാധകമാകൂ എന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് ലഭിച്ചാൽ ഏത് വിധത്തിലുള്ള തുടർ നടപടികളാണ് സ്വീകരിക്കാനാവുക എന്ന് കോടതി ചോദിച്ചു. ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന പോക്സോ വകുപ്പ് ബാധകമാകുന്ന കുറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ എന്നും കോടതി ചോദിച്ചു.